ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ ഈ ചെറിയ ഓഡിയോസിലൂടെ ഒരാളുടെയെങ്കിലും ചിന്താഗതിയിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരുവാൻ ഉള്ള ശ്രമമാണ്. സോ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ എടുക്കുക. ഡോണ്ട് ബോദർ അബൌട്ട് ദ സ്പീക്കർ. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്, ഹൗ ഡു വി റേസ് അവർ സ്റ്റാൻഡേർഡ്സ്, അല്ലെങ്കിൽ നല്ല ഒരാളാവാൻ നല്ല ആൾക്കാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. നല്ല ആൾക്കാർ ബാക്കിയുള്ളവരെ സഹായിക്കും അല്ലേ? നല്ല ആൾക്കാർ ബാക്കിയുള്ളവരെ ചീറ്റ് ചെയ്യില്ല. നല്ല ആൾക്കാർ ബാക്കിയുള്ളവരുടെ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തും. നല്ല ആൾക്കാർ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ വേറൊരാളോട് പറയില്ല. ബാക്കിയുള്ളവരുടെ ദ്രോഹം വരുന്ന ഒരു കാര്യം ചെയ്യില്ല, ആരും ദ്രോഹിക്കില്ല അല്ലേ? ഇതൊക്കെ നമുക്ക് കുറേ നല്ല, മിക്കതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്യാത്ത, ലൈഫിൽ ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാത്ത ആൾക്കാർ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ആണോ കീപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഒരാളാണോ? ഇല്ല അല്ലേ? ഇത് നമ്മൾ മിക്കവർക്കും അറിയാം. പലരും പൊതുസ്ഥലങ്ങളിലൊക്കെ നന്നായി ബിഹേവ് ചെയ്യും, നല്ല ഇതാണ്. ബട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈഫിനോട്, കുട്ടികളോട് നേരെ മറിച്ച്. സോ അതൊരു സ്റ്റാൻഡേർഡ് ഇതാണോ? സോ നമ്മളെല്ലാ മേഖലയിലും നമ്മൾ ഇടപഴകുന്ന ഓരോരുത്തരോടും ആ ഒരു സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ ഒരു നല്ല ആളാവുന്നത് അല്ലേ? സോ ഒരു ആളുടെ ഹൈ സ്റ്റാൻഡേർഡ്സ്, നല്ല മൂല്യബോധമുള്ള ഒരാൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ശരിക്കും പൈസ ഉള്ള ഒരാൾ അല്ലേ? പൈസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഓട്ടോമാറ്റിക്കലി എല്ലാം നല്ല സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾ, നല്ല മൂല്യബോധമുള്ള ആൾ അങ്ങനെ ആവോ? ഒരിക്കലും ഇല്ല അല്ലേ? അതേപോലെ പാവപ്പെട്ട ഒരാൾ ശരിക്കും സ്റ്റാൻഡേർഡ് ആളാവോ? അതുമില്ല. സോ എന്താണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിഹേവിയറിൽ, നമ്മളുടെ ബിഹേവിയർ കൊണ്ടാണ് നമ്മളെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, സ്റ്റാൻഡേർഡായിട്ട്. സോ ഈ സ്റ്റാൻഡേർഡ്സ് നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റാൻഡേർഡ്സ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞ ടോപ്പിക് തുടങ്ങി. പക്ഷെ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ല, ഞാൻ ചെറിയ കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ ചുറ്റും കാണുന്നതും നമ്മൾ കാണുന്ന ഇതിൽ നിന്ന് പഠിക്കാനൊക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഇപ്പോൾ ഈ ഓഡിയോ ഇടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞാൻ മിക്ക സ്ഥലത്തും കണ്ടേക്കുന്ന കാര്യങ്ങളാട്ടോ ഈ പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്യല്ല, അയാൾ അവിടെ ഇരിക്കുകയാണ്. അയാൾ മൊബൈലിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ അത്ര സാമ്പത്തിക ശേഷിയുള്ള ആളൊന്നുമല്ല. ഒരു കൈലുമുണ്ടും ഇതൊക്കെ എടുത്ത് ഇരിക്കുന്ന ആളാണ്. അപ്പം ഒരാള്, ഒരു ബിസിനസ് മാൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോകുന്ന ഒരു വെൽ ഡ്രസ്ഡ്, ഇച്ചിരി നമ്മൾ പറയുന്ന പോലെ പൈസ ഉള്ള ഒരാള്, ആരും ആയിക്കോട്ടെ, ഇച്ചിരി ഉള്ള ഒരാൾ വരുവാണ്. അപ്പൊ ഈ മൊബൈലിൽ പിടിച്ച് വെയിറ്റിംഗ് ഷെഡിൽ വെറുതെ ഇരിക്കുന്നവന്, അവന് പണിയൊന്നുമില്ല, അവൻ ചുമ്മാ മൊബൈൽ നോക്കിയിരിക്കുകയാണ്. അപ്പൊ അവൻ അപ്പൊ ഇവര് ഒരേ നാട്ടുകാരാണെന്ന് വിചാരിക്കുക. ഇവർക്ക് അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വീടും ഇതും എല്ലാം അറിയാം. അപ്പത്തേക്ക് ഈ മൊബൈൽ പിടിച്ച് വെറുതെ ഇരിക്കുന്നവൻ ഈ നല്ല വെൽ ഡ്രസ്ഡ് അല്ലെങ്കിൽ പണക്കാരൻ അല്ലെങ്കിൽ വാട്ട്സെവർ ആളോട് നമ്മൾ വിഷ് ചെയ്യുവാണ്. ചേട്ടാ, എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഈ വെൽ ഡ്രസ്ഡ് സോ കോൾഡ് പണക്കാരൻ അവന് മൈൻഡ് ചെയ്യുന്നില്ല. സോ ഇതിനകത്ത് ആർക്കാണ് കുഴപ്പം? ഇപ്പൊ ഈ മൊബൈലിൽ പിടിച്ചിരിക്കുന്ന ആള് ചിന്തിക്കുകയാണ്, വേണ്ടിയിരുന്നില്ല, ഒരാവശ്യമില്ല, അങ്ങനെ ചിന്തിക്കണ്ട. ആ മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ഒരു കുഴപ്പമില്ല, അവൻ വിഷ് ചെയ്തു, ഇയാൾ വിഷ് ചെയ്തില്ല. സോ ഈ മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വെറുതെ വെയിറ്റിംഗ് ഷെഡിലിരിക്കുന്നവന് ഒന്നും ചിന്തിച്ച് തലപുണ്ണാക്കേണ്ട ആവശ്യമില്ല. അവനത് സുഖമായിട്ട് മൊബൈലിൽ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. സോ നേരെ മറിച്ച് ഈ പണക്കാരൻ ആണ് ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡിലേക്ക് വന്നു, അവന് കാർ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, അവൻ വെയിറ്റിംഗ് ഷെഡിലേക്ക് വന്നു, അവൻ ഇദ്ദേഹത്തെ കണ്ടിട്ട് വിഷ് ചെയ്യുവാണ്. ചേട്ടാ, എന്നാണ്ട് വിഷയം? അപ്പൊ ഈ മൊബൈലിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ പണക്കാരനല്ലേ, അതൊക്കെ അവനെ വലിയ മൈൻഡൊന്നും വേണ്ട എന്ന് ഇത് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ്സ്, അപ്പൊ ഇയാള് വിചാരിക്കണം, വേണ്ടിയിരുന്നില്ല, അവനെ ഒന്ന് വിഷ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രോബ്ലം ആർക്കാണ്? ആ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നവൻ അല്ലേ? ഇയാൾക്ക് അതിൽ ഇത് വിചാരിക്കുന്നത്. സോ സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാന്നുള്ളത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഓരോരുത്തരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ
ചിലപ്പോൾ പലരെയും വിഷ് ചെയ്യുമ്പോൾ നമ്മൾ അവർ തിരിച്ച് വിഷ് ചെയ്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും അവൻ എന്താ വെച്ചാൽ അങ്ങനെ ചിന്തിക്കേണ്ടത്. ഇത് പ്രോബ്ലം ഇസ് നമ്മളെ അല്ല, നമ്മളത് വിട്ടു ഇത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നാളെ പുള്ളിയോട് മിണ്ടണ്ട, അല്ലെങ്കിൽ അവൻ്റെ മെച്യൂരിറ്റി ഇച്ചിരി കുറവാണ് എന്ന് വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ കാര്യം. അതാണ് നമ്മൾ ഓരോരുത്തർ മനസ്സിലാക്കുക. നേരെ മറിച്ച് ഇപ്പൊ ഈ സാധാരണക്കാരൻ ഈ പണക്കാരനോട് വിഷ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് 3-4 ക്വസ്റ്റ്യൻസ് വേറെ അഡീഷണൽ ചോദിക്കുകയാണ്. ആ ചേട്ടാ കാറന്തി, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഇതുണ്ടല്ലോ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സ്ട്രാ വരുമ്പോൾ ഇയാൾക്ക് ചിലപ്പോൾ കുറച്ച് ബിസി ആയിരിക്കും. ഇയാൾ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ട് ആ ഫോണിലേക്ക് നോക്കുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. അപ്പോൾ അയാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ സോ യിൽ അവോയ്ഡ്. അപ്പോഴത്തേക്കും ഈ സാധാരണക്കാരൻ വിചാരിക്കും ഓ അവൻ്റെയൊക്കെ ഒരു ജാട അല്ലേ. അപ്പൊ അതിൻ്റെ അകത്ത് പ്രോബ്ലം ആരുടെയാ? സോ ഇതൊക്കെ നമ്മൾ വേർതിരിച്ചെടുക്കാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നു നമ്മളുടെ. അപ്പൊ നമ്മള് അപ്പൊ ഈ മൊബൈലുള്ളവൻ വിചാരിക്കുകയാണ് അവന് എന്നെ തിരക്കാണെന്ന് വിചാരിക്കാനുള്ള ഇതുണ്ടെങ്കിൽ അവൻ മെച്യൂർഡ് ആണ്. നേരെ മറിച്ച് അവൻ ജാടയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ സാധാരണക്കാരൻ അത്ര മെച്യൂരിറ്റി ഇല്ല, അവന് മെച്യൂർഡ് ആവേണ്ടതുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. നമ്മൾ എന്തോരം സംസാരിക്കണം, എന്തോരം ഒരാളുടെ അടുത്ത് ഇടിച്ചു കയറി സംസാരിച്ച് കുറെ അങ്ങ് കയറി കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായിട്ട് അവോയ്ഡ് ചെയ്യും. അത് അയാളുടെ സ്റ്റാൻഡേർഡ്സ് താഴെ ഉള്ളതുകൊണ്ടല്ല, അയാളത് ഇഷ്ടപ്പെടുന്നില്ല. അയാൾക്ക് അപ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അയാൾക്ക് ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ അതൊരു ബോറിംഗ് ആയിരിക്കും. സോ അത് ഞാൻ വിടുകയാണ്. സോ അത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും. ഞാൻ ഒരേ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു ഇത് നിർത്തുമായിട്ടും. നമ്മൾ ഒരു കോമൺ ഫോറത്തിൽ ചെല്ലാൻ നേരത്ത് നമ്മൾ സംസാരിക്കേണ്ട അളവ് എന്തൂരമാണെന്ന് നമുക്ക് അറിയില്ല പലർക്കും. പലരും ഒരു കോമൺ ഫോറത്തിൽ ചെല്ലുന്ന നേരത്ത് ഒരു ഹാളിൽ ചെന്ന് കുറെ പേര് ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ എപ്പോഴത്തേക്കും മൊബൈൽ എടുത്ത് നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മൊബൈൽ നോക്കുന്നതിൽ കുഴപ്പമില്ല. ബട്ട് ഇറ്റ്സ് എ സൈൻ ഓഫ് ഇൻസെക്യൂരിറ്റി. നമുക്ക് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇൻസെക്യൂർ ആണ്, നമ്മൾ എന്താ പറയുന്നത്, ഇൻഫീരിയർ ആണെന്ന് കാണിക്കുന്നതാണ് ആ മൊബൈലിൽ എടുത്തിട്ട് നമ്മൾ നോക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു ചെറിയൊരു കോൺവെർസേഷൻ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നേരെ മറിച്ച് ഒരാൾ മൊബൈൽ ബിസി ആണെങ്കിൽ അയാളെ പോയി തട്ടി വിളിച്ച് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് സംസാരിക്കാം. ചെറിയ ഇതാണെങ്കിൽ എവിടെ നിന്നാണ് ചെറിയൊരു കാഷ്വൽ ടോക്ക് ആവുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ അയാൾ മിണ്ടിയില്ലെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ദം അല്ലേ, നമ്മളുടെ അല്ല പ്രോബ്ലം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യും. ഞാൻ ഈ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ട്, ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ അടുത്തിടയ്ക്ക് പോയപ്പോൾ ഒരു അനുഭവം ഉണ്ടായി. അതായത് ഒരു 3-4 കൗണ്ടർ ഉണ്ട് അവിടെ. ഞാൻ മരുന്ന് മേടിക്കാൻ ചെല്ലുകയാണ്. അപ്പോൾ ഒരു കൗണ്ടറിൽ മാത്രം കുറച്ച് തിരക്ക്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അതിൻ്റെ പുറകെ പോയി നിന്നു. അപ്പോൾ കുറേ പേര് കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി 3 കൗണ്ടറും എം ടി ആണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് 3 കൗണ്ടർ എം ടി ഉണ്ടല്ലോ, ഇതെന്താ എല്ലാവരും, അപ്പോൾ ഇവിടെ ആയിരിക്കും ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്നു. അപ്പോൾ ശരിക്കും എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഹോസ്പിറ്റലിൽ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തിട്ട് അവിടെ ചെയറിൽ പോയി വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ ആ ഹോസ്പിറ്റലിൽ. അപ്പൊ ഇതറിയില്ല, നമ്മൾ ചുമ്മാ മരുന്ന് പിടിക്കാനായിട്ട് കൗണ്ടറിൽ പോയി ചുമ്മാ ക്യൂ നിൽക്കുകയാണ്, കുറെ പേരുടെ പുറകിൽ നമ്മളും പോയി നിൽക്കുകയാണ്. അപ്പൊ എനിക്കൊന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ ഞാനത് ചോദിക്കുന്നതിൽ ഒരു മടി കാണിച്ചതുകൊണ്ടാണ് അത്രയും ഇത്. അപ്പൊ ലാസ്റ്റ് കൗണ്ടറിൽ നിന്ന് അവിടെ ഇരുന്ന സിസ്റ്റർ പറഞ്ഞു അത് ടോക്കൺ എടുത്തോണ്ട് വരണം പറഞ്ഞിട്ട്. അപ്പൊ ഈ ക്യൂവിൽ നിന്ന് ആൾക്കാരൊക്കെ മണ്ടന്മാരാണ് ശരിക്കും പറഞ്ഞാൽ, ഞാനടക്കം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസേരയിലിരുന്ന ഒരാൾക്ക് പറയാം, ഇപ്പൊ അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നതേ, അപ്പൊ പറയാം അത് ടോക്കൺ എടുത്തോണ്ട് വരണം, എവിടെയല്ല നിൽക്കേണ്ടതെന്ന് പറയാം. അപ്പൊ പലരും തിരക്കിലായിരിക്കും അത് പറയാത്തത്. പക്ഷെ എന്നാൽ പോലും ഒരാൾക്കും നമ്മളത് അങ്ങോട്ടും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് തന്നെ ഒരു സ്റ്റാൻഡേർഡ്നെസിന്റെ കുറവാണ്. നമുക്ക് ഓപ്പൺ ആയിട്ട് അത് പറയാൻ പറ്റണം. ഇത് ചെയ്തിട്ട് അത് ടോക്കൺ എടുത്തിട്ട് അവിടെ പോയി ഇവിടെ വന്ന് ഇരുന്നാൽ മതി കേട്ടോ, അല്ലാതെ കൗണ്ടറിൽ ഇങ്ങനെ ക്യൂ നിന്നിട്ടുണ്ടെങ്കിൽ അവർ തരില്ല കേട്ടോ. കാരണം നമ്മൾ ആ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഓരോ സമയവും നമ്മൾ അടുത്ത ആൾക്ക് ടോക്കൺ വന്നിട്ട് അറിയാവുന്ന ഒരാൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരാൾ മുമ്പിൽ പോകും. അപ്പൊ അതാണ് അവയർനെസ്സും. അത് ആൾക്കാർ സംസാരിക്കാൻ ഉള്ളൊരു മടിയും ഇതെന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്നെസ് കുറയ്ക്കുകയാണ് കേട്ടോ, അല്ലാതെ കൂട്ടുമല്ല. സോ ഒരു ഓപ്പൺ ഫോറത്തിൽ നമ്മളിപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം വേറൊരാളുമായിട്ട്. നമുക്കറിയാത്ത ഒരാളുമായിട്ട് അയാൾ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അയാൾ എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കുഴപ്പമാണ്, നമ്മളുടെ കുഴപ്പമില്ല. നമ്മളുടെ സ്റ്റാൻഡേർഡ്സ് ഒരിക്കലും അത് ചെയ്യത്തില്ല. സോ അങ്ങനെ വിചാരിക്കാനുള്ള ഒരിത്. അതേപോലെ ഈ പാവപ്പെട്ടവരും പണക്കാരുമായിട്ടുള്ള കോംപ്ലക്സ്, ചിലർക്ക് എന്താണ് പാവപ്പെട്ടവർക്ക് പണക്കാരെ കാണാൻ നേരത്ത് ഒരു കോംപ്ലക്സ് ആണ്. നേരെ മറിച്ച് പണക്കാർക്ക് ചെറിയവനൊരുത്തന്നെ കണ്ടു കഴിഞ്ഞാൽ അവനൊരു കോംപ്ലക്സ് ആണ്. ആ ഒരു കോംപ്ലക്സ് ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാൻഡേർഡ്സ് ഒന്നും അതിന്റെ ഇതല്ല. സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫൈൻഡ് ഓൺ സംതിങ് എൽസ് അല്ലെ, നമ്മളുടെ ബിഹേവിയർ, നമ്മളുടെ ഓരോരുത്തരോടുള്ള ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് ചെയ്യുന്നത്. സോ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഗൈസ്.